ഞാൻ സംസാറിൻ്റെ അടുത്ത വഴിയാണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് വരുന്നത് പ്യോർ ക്രേപ്പിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് മൂവായ ഒരു ഐറ്റമാണ്. അതിൻ്റെ കളർ ചാർട്ട് വേറെ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ചെയ്യിപ്പിച്ചെടുത്താണ്. ഇതിൽ ഫുള്ള് ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈൻ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഇത് മടക്കി വെച്ചേക്കുന്ന നെക്ക് ഇങ്ങനെ വെട്ടാൻ വേണ്ടി ഇത്രയും പോർഷനിൽ വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി ഫുള്ള് ഫ്രണ്ടിൽ വർക്കുണ്ട് കേട്ടോ. നല്ലൊരു ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ. ബോട്ടം വിത്ത് ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കുമ്പോഴും നല്ല കറക്റ്റ് കളത്തിന് തയ്ച്ചെടുക്കാം. ദുപ്പട്ടയ്ക്കകത്തും മൊത്തം ഹാൻഡ് വർക്കാണ്. ഇത് കണ്ടില്ലേ, ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈൻ വെച്ചിട്ട് നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. മൊത്തം ഹാൻഡ് വർക്കാട്ടോ, എംബ്രോയ്ഡറി ഒന്നുമില്ല, ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം റേറ്റ് ഭയങ്കര റീസണബിളാണ്. നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇച്ചിരി ഒന്ന് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്പർ AF223, റേറ്റ് 1550 രൂപയുള്ളൂ. 1580. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ. കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലുണ്ടോ, ഒത്തിരി അങ്ങ് ഓവർ കളറല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഒരു ലൈറ്റ് കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത്. പക്ഷേ അടിപൊളിയാണ്. ക്രേപ്പിൽ ആ ഒരു ഹാൻഡ് വർക്കൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് യെല്ലോ ആണേ. നമുക്ക് ഒരുപാട് അങ്ങനെ ഭയങ്കര ഓവർ തെളിച്ചുള്ള യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ ഷെയ്ഡ്. എനിക്കൊന്ന് കൂടുതലും എല്ലാവർക്കും അതാണ് ഇഷ്ടം. തെളിച്ചും കൂടുമ്പോൾ എല്ലാവരും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് യെല്ലോയ്ക്ക് തെളിച്ച് കൂടുതലുണ്ടോ എന്ന്. പക്ഷേ ഇതങ്ങനെ തെളിഞ്ഞിരിക്കുന്നതല്ല, ചെറിയൊരു ഗോൾഡൻ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ബോട്ടം വിത്ത് ലൈനിങ് ഉള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ടോപ്പ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട്. ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്പർ AF221, റേറ്റ് 1580. എല്ലാം നല്ല നല്ല കളേഴ്സ് ആട്ടോ. ഇത് കുറച്ചുകൂടി രസമാട്ടോ നേരിട്ട് കാണാനായിട്ട്. നല്ല ലാവണ്ടറിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഡാർക്കർ ഷെയ്ഡ്. അപ്പോൾ ഇതിലും ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് തന്നെയാണ്. എപ്പോഴും ഇങ്ങനത്തെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ടിരുന്നവരുണ്ട്. ബാട്ടിക്കിൻ്റെ പ്രിൻറ്റിലാണ് കൂടുതൽ വരാറ്. അപ്പോൾ അത് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് കിട്ടും. ഇതാകുമ്പോൾ മൊത്തം വർക്കും അല്ലേ, എന്നിട്ടും വലിയ റേറ്റ് ഒന്നുമില്ല. ബോട്ടം വിത്ത് ലൈനിങ്ങും ഒക്കെ ഉള്ള ഐറ്റം കേട്ടോ. നമ്പർ AF219, റേറ്റ് 1580. നമുക്ക് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതൊരു ഡസ്റ്റി ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. ആഷാണോ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ കാണുമ്പം ബ്ലൂ ഇച്ചിരി കൂടുതലായിരിക്കാം. ഒരു ഡസ്റ്റി ഗ്രീനിഷ് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു ഷെയ്ഡ്. അപ്പോൾ അതിലും സെയിം തന്നെ ആ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഭയങ്കര ലുക്കാണ് കേട്ടോ. നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് അങ്ങനത്തെ പാർട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്നവർക്ക് നല്ല കേട്ടോ. പാർട്ടിക്ക് എന്നല്ല, അങ്ങനെ പേസ്റ്റൽ കളേഴ്സ് മാത്രമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല കളറാണ്. അപ്പോൾ അതിലും ഫുള്ളായിട്ട് ആ സെയിം കളർ വെച്ചിട്ട് ത്രെഡിൻ്റെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈനെ കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ്ങും ഉണ്ട്. നമ്പർ AF220, റേറ്റ് 1580.